വയനാടിന് ആശ്വാസവാർത്ത. വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ. ഗുരുതര സ്വഭാവത്തിലുള്ള ദുരന്തം എന്ന ഗണത്തിലാണ് വയനാട് ദുരന്തത്തെ കേന്ദ്രം ഉൾപ്പെടുത്തിയത്. വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽപ്പെടുത്താൻ കേരളം ആവശ്യപ്പെട്ടിരുന്നു. 2219 കോടി രൂപയുടെ പാക്കേജ് അന്തർ മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണ്. മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും സഹായധനത്തിൽ തീരുമാനം. വയനാട്ടിൽ 2000 കോടിയിലേറെ നാശനഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് കണക്ക്. അതിനിടെ വയനാട് പാക്കേജ് ആവശ്യവുമായി പ്രിയങ്ക ഗാന്ധി കേന്ദ്രമന്ത്രി അമിത്ഷായെ സന്ദർശിച്ചിരുന്നു. UDF, LDF MPമാർ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. വയനാട് പാക്കേജിൽ വിശദാംശങ്ങൾ നൽകാമെന്നാണ് അമിത്ഷാ അറിയിച്ചത്. ഇതുവരെ സംസ്ഥാനത്തിന് നൽകിയ സഹായവും കേന്ദ്ര പരിഗണനയിലുള്ളതും അറിയിക്കാമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ കേരളത്തിന്റെ 783 കോടി രൂപയുണ്ട്. 153 കോടി രൂപ കേരളത്തിന് നവംബർ 16 അനുവദിച്ചിരുന്നു. വ്യോമസേന രക്ഷാപ്രവർത്തനത്തിനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുമായി ചെലവായ തുകയാണിത്. 2024 ജൂലൈ 30 നാടിനെ നടുക്കിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും വയനാടിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും കേരളം മുമ്പേ തന്നെ ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആവശ്യമെങ്കിൽ വയനാടിനായി തുക ചിലവഴിക്കാമെന്ന് കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. പ്രത്യേക പാക്കേജ് എന്ന ആവശ്യത്തോട് ദുരന്തം നടന്ന് 4 മാസമായിട്ടും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയായിരുന്നു.